Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ജോലി വാഗ്ദാനങ്ങൾ പിൻവലിച്ച് HSBCയും ഡെലോയിറ്റും നിരവധി പേർക്ക് ജോലി നഷ്ടമായി. നൈപുണ്യമുള്ള തൊഴിലാളി വിസയ്ക്കുള്ള ശമ്പള പരിധി സാധാരണ തൊഴിലാളികൾക്ക് 26,200 പൗണ്ടിൽ നിന്ന് 38,700 പൗണ്ടായും 26 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് 30,960 പൗണ്ടായും സർക്കാർ ഉയർത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം. എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുവാനുള്ള സാധ്യതയെ അഭിമുഖീകരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ വർഷം 2,700-ലധികം ജീവനക്കാരെ നിയമിച്ച ഡെലോയിറ്റ് 3% പ്രതിനിധീകരിക്കുന്ന ഏകദേശം 35 ഓഫറുകൾ അസാധുവാക്കി. ഗവൺമെന്റിന്റെ പുതിയ കർശനമായ വിസ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച HSBCയും ഡെലോയിറ്റും അടുത്തിടെ UK വിദേശ ബിരുദധാരികൾക്കുള്ള ജോലി വാഗ്ദാനങ്ങൾ റദ്ദാക്കി. UK വിദ്യാഭ്യാസത്തിനായി ഗണ്യമായ തുക നിക്ഷേപിച്ചതായും തുടർന്ന് തൊഴിൽ ലഭിക്കാത്തതിൽ നിരാശയെന്നും തൊഴിൽ നിഷേധിക്കപ്പെട്ടവർ പറഞ്ഞു. ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായി ജൂനിയർ ഡോക്ടർമാരും സർക്കാരും. രോഗികൾക്ക് ഇത് ആശ്വാസമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. NHSനെയും രോഗികളെയും പ്രതിസന്ധിയിലാക്കി 1 വർഷത്തിലേറെയായി തുടരുന്ന ശമ്പള തർക്കത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി ജൂനിയർ ഡോക്ടർമാരും സർക്കാരും. സ്വതന്ത്ര മധ്യസ്ഥതയുമായി ചർച്ചകൾക്കായി സർക്കാരിനെ കാണാൻ ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ സമ്മതിച്ചതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. 4 ആഴ്ച വരെ നീളുന്ന ചർച്ചകൾക്ക് ലോക്ക്ഡൌൺ തകർക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BMA പറഞ്ഞു. ഡിസംബറിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷം ഔപചാരികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇത് ഒരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പ് പറഞ്ഞു. 2023 മാർച്ച് മുതൽ ജൂനിയർ ഡോക്ടർമാരുടെ നിരവധി വാക്കൌട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവ മൂലം ലക്ഷക്കണക്കിന് അപ്പോയിന്റ്മെന്റുകളും സർജറികളും മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. സർക്കാരും ജൂനിയർ ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടുന്നതിന് മുമ്പ് ഇരുപക്ഷവും അകന്നതായി തോന്നുന്ന സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത ഒരു സ്വതന്ത്ര മധ്യസ്ഥനുമായി ചർച്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാണ് എന്നതാണ് വസ്തുത. സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമായി വിട്ടുവീഴ്ചയെ പരിഗണിക്കാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കണമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. ഇംഗ്ലണ്ടിൽ ജലജന്യ രോഗങ്ങൾ സ്ഥിരീകരിച്ചതോടെ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡവോൺ പ്രദേശത്ത് 22 പേർക്കാണ് മലിനജലം മൂലമുണ്ടാകുന്ന വയറിളക്കം സ്ഥിരീകരിച്ചത്. വയറിളക്കത്തിന് കാരണമാകുന്ന അണുക്കൾ ഇവിടെ വിതരണം ചെയ്യുന്ന ജലത്തിൽ കണ്ടെത്തിയതായി സൗത്ത് വെസ്റ്റേൺ വാട്ടർ അറിയിച്ചിരുന്നു. രോഗത്തിന്റെ ഉറവിടം ഇല്ലാതാക്കുവാൻ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൗത്ത് വെസ്റ്റ് വാട്ടർ അറിയിച്ചു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കുപ്പിവെള്ള വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. സൈനികർക്കെതിരായ വിവാദ പരാമർശം. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP. സൈനികരെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് BJP. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും സംവരണ വിഭാഗത്തിൽ നിന്നുള്ളവർ, ധനിക കുടുംബത്തിൽ നിന്നുള്ളവർ എന്നിങ്ങനെ മോദി സർക്കാർ 2 വിഭാഗത്തിലുള്ള സൈനികരെ സൃഷ്ടിച്ചുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്രമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം നുണയാണെന്നും സായുധ സേനയ്ക്കെതിരായ അതിക്രമമാണെന്നും ജയശങ്കർ പറഞ്ഞു. കാര്യം കോൺഗ്രസ് വിവാദ വിഷയമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സായുധ സേനയുടെ ആത്മവീര്യം തകർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ഇത് ദേശീയ സുരക്ഷയുടെ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CAA പ്രകാരം 300 പേർക്ക് കൂടി ഇന്ത്യൻ പൗരത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടം ബാക്കി നിൽക്കെ വിവാദ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം രാജ്യത്ത് 300-ലേറെ പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വം നൽകിയിരിക്കുകയാണ്. ആദ്യമായാണ് CAA പ്രകാരം രാജ്യത്ത് പൗരത്വം നൽകുന്നത്. ഡൽഹിയിൽ പൗരത്വം ലഭിച്ച 14 പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല നേരിട്ട് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയിരുന്നു. ഇതോടെ CAA രാജ്യത്ത് പ്രാവർത്തികമായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം ഒഴികെ 6 മതങ്ങളിൽപ്പെട്ടവർക്കാണ് CAA പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുന്നത്. പൗരത്വ വിഷയം ഏറെ ചർച്ചയായ ഡൽഹി, UP, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങാനിരിക്കവെയാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. TTEമാർക്കു നേരെ വടക്കാഞ്ചേരിയിലും വടകരയിലും ആക്രമണം. പ്രതികൾ പിടിയിൽ. ട്രെയിനിൽ ടിക്കറ്റ് പരിശോധനകൾക്കു നേരെ വീണ്ടും ആക്രമണം തുടരുകയാണ്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലെ TTEമാരായ ഉത്തർപ്രദേശ് സ്വദേശി മനോവർമ്മ, തിരുവനന്തപുരം സ്വദേശി ഷമ്മി രാജ, ചെന്നൈ എക്സ്പ്രസിലെ TTE ആർദ്ര K അനിൽ എന്നിവർക്കു നേരെയാണ് ആക്രമണമുണ്ടായത്.
ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലെ യാത്രക്കാരൻ TTE ആക്രമിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിൻ, പൊന്നാനി സ്വദേശി ആഷിഖ് എന്നിവർ RPFന്റെ പിടിയിലായി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിയ പ്രതിയെ ശുചിമുറിയിൽ നിന്നാണ് പിടികൂടിയത്. ചെന്നൈ എക്സ്പ്രസിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരനോട് ഇതേക്കുറിച്ച് ചോദിച്ചതാണ് വനിതാ TTE മർദ്ദിക്കാൻ കാരണമായത്. വടകരയിൽ വെച്ചായിരുന്നു സംഭവം. ഇനി കായിക വാർത്തകൾ. വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. അവസാന മത്സരം കുവൈത്തിനെതിരെ. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കുകയാണ്. കുവൈത്തിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിച്ച കരിയർ അവസാനിപ്പിക്കാനാണ് താരത്തിന്റെ തീരുമാനം. ജൂൺ 6 കൊൽക്കത്തയിലെ സാൾട്ട് ലോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. 39-കാരനായ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബംഗളൂരു FCയുടെ താരമാണ്. 20 വർഷത്തോളം കരിയറിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമായാണ് ഛേത്രിയുടെ മടക്കം. വ്യാഴാഴ്ച രാവിലെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് ഗ്രൂപ്പിൽ എയർ ഖത്തറിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. കുവൈത്തിനെതിരായ വിജയം ഇന്ത്യയുടെ മുന്നോട്ടു പോക്കിൽ നിർണായകമാകും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.88 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.